നമസ്കാരം. പ്രധാന വാർത്തകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം അവസാനിച്ചു. കൊട്ടിക്കലാശത്തോടെ പ്രചാരണത്തിന് സമാപനം കുറിച്ച് മുന്നണികൾ. ബുധനാഴ്ച നിശബ്ദ പ്രചരണം, വ്യാഴാഴ്ച കേരളം വിധിയെഴുതും. പട്ടാമ്പിയിൽ കലാശക്കൊട്ടിനിടെ സംഘർഷം, പോലീസ് ലാത്തി വീശി. 4 CPM പ്രവർത്തകർക്കും 1 UDF പ്രവർത്തകനും പോലീസുകാരനും പരിക്ക്. UDF പ്രവർത്തകർ ബോധപൂർവം അക്രമം അഴിച്ചുവിടുകയായിരുന്നെന്ന് ഇടത് സ്ഥാനാർത്ഥി മുഹമ്മദ് മൂസിൻ. കോങ്ങാട് മണ്ഡലത്തിൽ BJP കോൺഗ്രസ് ഡീൽ നടത്തിയതായി CPM ജില്ലാ കമ്മിറ്റി അംഗം PA ഗോകുൽദാസ്. BJP സ്ഥാനാർത്ഥിയെ മണ്ഡലത്തിൽ കാണാത്തത് ഈ ഡീൽ കാരണമെന്നും ഗോകുൽദാസ്. ഒറ്റപ്പാലത്ത് BJP UDF ഡീൽ ആരോപണം CPMന്റെ നുണപ്രചാരണമെന്ന NDA സ്ഥാനാർത്ഥി മേജർ രവി. ആരോപണങ്ങളിൽ എന്തെങ്കിലും തെളിവുണ്ടോ എന്നും മേജർ രവി. കോങ്ങാട് നാഗംകുളങ്ങര ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ ആനയിടഞ്ഞു. ആനയുടെ ചവിട്ടേറ്റ് പാപ്പാന് ദാരുണാന്ത്യം. കൊല്ലങ്കോട് കാമ്പ്രത്ത് ചള്ള സ്വദേശി രാമനാണ് മരിച്ചത്. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ പ്രചരണം അവസാന ഘട്ടത്തിൽ. പരസ്യപ്രചരണം ചൊവ്വാഴ്ച വൈകിട്ട് 5-ന് അവസാനിക്കും. ഇഞ്ചോടിഞ്ച് മത്സരമാണ് മുന്നണികൾ തമ്മിൽ നടക്കുന്നത്. മാർച്ച് 15-ന് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതു മുതൽ ആരംഭിച്ച പ്രചാരണമാണ് അവസാന ഘട്ടത്തിൽ എത്തിനിൽക്കുന്നത്. 7-ന് ചൊവ്വാഴ്ച വൈകിട്ട് 5-ന് പരസ്യപ്രചാരണം അവസാനിക്കും. 9-നാണ് വോട്ടെടുപ്പ്. ഇത്തവണ കുറഞ്ഞ ദിവസങ്ങളാണ് സ്ഥാനാർത്ഥികൾക്ക് പ്രചാരണത്തിന് കിട്ടിയതെങ്കിലും ആവേശത്തിന് ഒട്ടും കുറവില്ല. ഇഞ്ചോടിഞ്ച് മത്സരമാണ് വിവിധ മണ്ഡലങ്ങളിൽ നടക്കുന്നത്. കടുത്ത ചൂടിനെ പോലും അവഗണിച്ചാണ് സ്ഥാനാർത്ഥികൾ അതത് മണ്ഡലങ്ങളിൽ 2ഉം 3ഉം വട്ടം പര്യടനം പൂർത്തിയാക്കിയത്. 3 മുന്നണികളുടെയും സംസ്ഥാന ദേശീയ നേതാക്കളും പ്രചാരണത്തിന് മണ്ഡലങ്ങളിലെത്തി. പ്രചാരണത്തിൻ്റെ അവസാന മണിക്കൂറുകൾ മൈക്ക് അനൗൺസ്മെൻറ്റും റാലികളും റോഡ് ഷോയുമെല്ലാമായി രംഗം കൊഴിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മുന്നണികൾ. സർക്കാരിൻ്റെ ഭരണവൈകല്യങ്ങളും പോരായ്മകളും ശബരിമല വിഷയവുമെല്ലാം ചർച്ചയാക്കിയാണ് UDF NDA മുന്നണികൾ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെങ്കിൽ കഴിഞ്ഞ 10 വർഷം കേരളത്തിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളും ജനങ്ങൾക്ക് നൽകിയ ക്ഷേമ ആശ്വാസ പ്രവർത്തനങ്ങളും ദുരന്തബാധിതരെ ചേർത്തുപിടിച്ചതുമെല്ലാമാണ് ഇടതുമുന്നണി ഉയർത്തിക്കാട്ടുന്നത്. ഇരു മുന്നണികളുടെയും അവകാശവാദങ്ങൾക്കപ്പുറം കേരളത്തിൽ ഇഞ്ചോടിഞ്ച് മത്സരമാണ് നടക്കുന്നതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. ഇതിൻ്റെ പ്രതിഫലനം 9-ന് വോട്ടെടുപ്പ് ദിവസം പോളിംഗ് ബൂത്തുകൾക്ക് മുന്നിലും പ്രതിഫലിച്ചേക്കും. 100-ലേറെ സീറ്റ് നേടുമെന്ന വിശ്വാസം UDF ആവർത്തിക്കുന്നു. എന്നാൽ തുടർച്ചയായി 3ാമതും ചരിത്ര ഭൂരിപക്ഷത്തിൽ ഭരണത്തിൽ വരുമെന്ന ഇടതുമുന്നണി നേതാക്കളും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. കരുത്തു കാട്ടാനാകുമെന്നാണ് NDAയുടെയും പ്രതീക്ഷ. പാലം കടക്കുന്നതുവരെയാണ് UDFനും BJPക്കും നാരായണ മന്ത്രമുള്ളതെന്നും അത് കഴിഞ്ഞാൽ കൂരായണ എന്നാണെന്നും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. എന്നാൽ LDF നിലപാട് അതല്ലെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. പട്ടാമ്പിയിൽ LDF സ്ഥാനാർത്ഥി മുഹമ്മദ് മുസിന്റെ തിരഞ്ഞെടുപ്പ് പത്രിക പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ബിനോയ് വിശ്വം. LDFന്റെ മാനിഫെസ്റ്റോ പറഞ്ഞു, ചെയ്യാൻ ആകുന്ന കാര്യങ്ങൾ മാത്രം പറയുക, പറയുന്ന എല്ലാ കാര്യങ്ങളും പൂർത്തീകരിക്കുക. അതാണ് LDF. ആ വ്യത്യാസമുണ്ട് LDF. അത് BJPക്കോ UDFനോ സങ്കല്പിക്കാൻ പോലും പറ്റില്ല. അവർക്കെല്ലാം പാലം കടക്കുമ്പോൾ മാത്രമാണ് നാരായണം. പാലം കടന്നാൽ പിന്നെ അവർ പറയും കൂരായണ എന്ന്. BJP അങ്ങനെയാണ്, UDF അങ്ങനെയാണ്. അതല്ല ഇടതുപക്ഷം. ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെയും പ്രവൃത്തിയുടെയും മുന്നേറ്റത്തിൻ്റെയും എല്ലാം അടിത്തറ അതാണ്. അതിൻ്റെ വാഗ്ദാനമാണ് ഈ പ്രകടനപത്രിക. പട്ടാമ്പിയിൽ മുഹമ്മദ് മൂസിൻ്റെ 3ാം ഊഴവും സംസ്ഥാനത്ത് LDF സർക്കാരിൻ്റെ 3ാം ഊഴവും സുനിശ്ചിതമാണ്. തുടങ്ങിവച്ച വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയ്ക്ക് വേണ്ടിയാണ് LDF 3ാം ഊഴം ആവശ്യപ്പെടുന്നത്. പറയുന്ന കാര്യങ്ങൾ നിറവേറ്റുന്നതാണ് LDFന്റെ നിലപാടെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. സുനിശ്ചിതമായ പട്ടാമ്പിയുടെ വിജയത്തിന് വേണ്ടി, സുനിശ്ചിതമായ LDFന്റെ 3ാം ഊഴത്തിന് വേണ്ടി എത്ര തിളയ്ക്കുന്ന വെയിലായാലും എത്ര കഠിനമായ ക്ഷീണമായാലും അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഓരോ LDF സഖാവും ജനങ്ങളെ കാണാൻ പോകും. അവരാണ് ഏറ്റവും വലിയവർ, ജനങ്ങൾ. ആ വിശ്വാസമാണ്, ആ ബോധ്യമാണ് LDFന്റെ പ്രത്യേകത. ആ പ്രത്യേകതയാണ് 10 കൊല്ലക്കാലം കേരളമാകെ LDF പ്രാവർത്തികമാക്കിയത്. ആ പ്രത്യേകതയാണ് 10 കൊല്ലക്കാലം മോസിയിൽ പട്ടാമ്പികൾ ചെയ്ത ഓരോ പ്രവൃത്തിയുടെയും പ്രതികളുള്ളത്. ഈ പ്രവൃത്തികൾ ഇവിടെ അവസാനിക്കാൻ പാടില്ല.
അഭംഗുരം അനുസ്യൂതമായി ഇവയെല്ലാം മുന്നോട്ട് വരേണ്ടതുണ്ട്. അതുകൊണ്ടാണ് LDF മൂന്നാം ഊഴം ആവശ്യപ്പെടുന്നത്. ആ മൂന്നാം ഊഴത്തിൻ്റെ ശക്തികേന്ദ്രം നന്നായി പട്ടാമ്പി മാറേണ്ടത്, മൂസിൽ ജയിക്കേണ്ടത്. നമുക്കെല്ലാവർക്കും ഇതറിയാം. റോസിയിൽ ഈ പ്രകടന പത്രികയുടെ ആദ്യ ഭാഗത്ത് പറയുന്ന ചെറിയ പാരഗ്രാഫ് ഇപ്പോൾ ഞാൻ വായിച്ചതാണ്. അത് ഞാൻ ആവർത്തിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, കാലം ഭാരതപ്പുഴ പോലെ മുന്നോട്ട് നീക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ഇതുവരെ ഒരുമിച്ച് നടന്നു തീർത്തത് വികസനത്തിൻ്റെ വഴികളായിരുന്നു, വിശ്വാസത്തിൻ്റെ വഴികളായിരുന്നു, മാറ്റത്തിൻ്റെ ദിശകളായിരുന്നു. കഴിഞ്ഞ 10 വർഷങ്ങൾ നാം നേടിയ നേട്ടങ്ങൾ ശക്തമായ തുടക്കം മാത്രമാണ്. തുടർച്ചയെപ്പറ്റിയാണ് ഇത് പറയുന്നത്. പട്ടാമ്പി നിയോജകമണ്ഡലം LDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ വെച്ചായിരുന്നു പ്രകടന പത്രികയുടെ പ്രകാശനം. നേതാക്കളായ KE ഇസ്മയിൽ, TK നാരായണദാസ്, വിജയൻ കുന്നിശ്ശേരി, NP വിനയ്കുമാർ, T ഗോപാലകൃഷ്ണൻ, സുമലത മോഹൻദാസ്, സുബൈദ ഇസ്ഹാഖ്, OK സൈദലവി, MN കരുണാകരൻ ഉൾപ്പെടെയുള്ളവരും പങ്കെടുത്തു. ഷൊർണൂർ മണ്ഡലത്തിന്റെ സമഗ്ര പുരോഗതി ലക്ഷ്യമിട്ടുള്ള വികസന രേഖ പുറത്തിറക്കി UDF. വെള്ളിനേഴിയിൽ ആഗോള കലാകേന്ദ്രം, ചെർപ്പളശ്ശേരിയിൽ മിനി സിവിൽ സ്റ്റേഷൻ, ഷൊർണൂരിനെ വ്യാവസായിക നഗരമാക്കുക തുടങ്ങി ഒട്ടേറെ പദ്ധതികൾ ഉൾക്കൊള്ളുന്നതാണ് വികസന രേഖ. മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ മുൻമന്ത്രി VC കബീറിന് നൽകിയാണ് വികസന രേഖ പ്രകാശനം ചെയ്തത്. ഷൊർണൂരിലെ പരമ്പരാഗതമായ ഇരുമ്പ് വ്യവസായത്തെ സംരക്ഷിക്കാൻ ലക്ഷ്യമിട്ട് ആധുനിക സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ ഷൊർണൂർ ഫോർജിങ്സ് എന്ന ആഗോള ബ്രാൻഡായി ഉയർത്താനും ചെറുകിട വ്യവസായങ്ങളെ കൂട്ടിയിണക്കി മെറ്റൽ ക്ലസ്റ്ററുകൾ സ്ഥാപിക്കാനുമുള്ള പദ്ധതിയാണ് വികസന രേഖയിൽ പ്രധാനപ്പെട്ട ഒന്ന്. ഹെറിറ്റേജ് ടൂറിസം സർക്യൂട്ട്, വെള്ളിനേഴിയിൽ ആഗോള കലാകേന്ദ്രം, മണ്ഡലത്തിൽ മാപ്പിള കലാകേന്ദ്രം, പുരാതന തറവാടുകളിൽ ഹോം സ്റ്റേ, ഷൊർണൂരിൽ ആയുർവേദ മെഡിക്കൽ ടൂറിസം ഹബ്ബ് എന്നിവ സ്ഥാപിക്കുമെന്നും ഇതിലൂടെ പ്രാദേശിക തൊഴിൽ സാധ്യതകളും സാമ്പത്തിക വളർച്ചയും ഉറപ്പാക്കുമെന്നും വികസന രേഖയിൽ വാഗ്ദാനം ചെയ്യുന്നു. വിദ്യാഭ്യാസ മേഖലയിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരിൽ ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജും വാഗ്ദാനം ചെയ്യുന്നു. ചെർപ്പളശ്ശേരിയിൽ മിനി സിവിൽ സ്റ്റേഷൻ, ഫയർ സ്റ്റേഷൻ, ആരോഗ്യമേഖലയിൽ ഷൊർണൂരിലും ചെർപ്പളശ്ശേരിയിലും കിടത്തി ചികിത്സയുള്ള ആശുപത്രി, കാർഷിക മേഖലയ്ക്കായി പ്രത്യേക ഗവേഷണ കേന്ദ്രം, മണ്ണ് പരിശോധനാ ലാബുകൾ എന്നിവയും വികസന രേഖയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. സമഗ്ര കുടിവെള്ള പദ്ധതികൾ, ഷൊർണൂർ പെരിന്തൽമണ്ണ പാതയുടെ നവീകരണം, റെയിൽവേ സ്റ്റേഷനോടനുബന്ധിച്ച് പുതിയ KSRTC ഡിപ്പോ, ചെർപ്പളശ്ശേരി തൂത ബൈപ്പാസ് നിർമ്മാണം എന്നിവയും വാഗ്ദാനം ചെയ്യുന്നതാണ് വികസന രേഖ. MLAയുടെ പ്രതിമാസ ജനസമ്പർക്ക പരിപാടിയും നടപ്പാക്കുമെന്ന് പറയുന്നു. ഓൾ ഇന്ത്യ പ്രൊഫഷണൽ കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹി ഡോക്ടർ ലക്ഷ്മി R ചന്ദ്രൻ, ജില്ലാ കമ്മിറ്റി അംഗം വിജുകുമാർ എന്നിവർ ചേർന്നാണ് വികസന രേഖ തയ്യാറാക്കിയത്. UDF പ്രഖ്യാപിച്ച ഇന്ദിരാ ഗ്യാരണ്ടി പദ്ധതി അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കുള്ള ഉചിതമായ മരണാനന്തര ബഹുമതിയാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. ഒറ്റപ്പാലം UDF സ്ഥാനാർത്ഥി PK ശശിയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം സംഘടിപ്പിച്ച കുടുംബ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാരുണ്യത്തിന്റെയും കരുതലിന്റെയും രാഷ്ട്രീയമാണ് ഉമ്മൻചാണ്ടി ഉയർത്തിപ്പിടിച്ചത്. സാധാരണക്കാരുടെ പ്രയാസങ്ങൾ തിരിച്ചറിഞ്ഞുള്ള ഇത്തരം പദ്ധതികൾ ജനങ്ങളിലെത്തിക്കുക എന്നതാണ് UDFന്റെ ലക്ഷ്യമെന്നും തങ്ങൾ പറഞ്ഞു. UDF മുനിസിപ്പൽ കമ്മിറ്റി ചെയർമാൻ PMA ജലീൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ സ്ഥാനാർത്ഥി PK ശശി, മരക്കാർ മാരായമംഗലം, സത്യൻ പെരുമ്പറക്കോട്, റഷീദ് തങ്ങൾ പട്ടാമ്പി, PA ഷൗക്കത്ത് അലി, PP അൻവർ സാദത്ത്, PP മുഹമ്മദ് കാസിം, NK ജയരാജൻ, തോമസ് ജേക്കബ്, M ഉമ്മർ ഫാറൂഖ്, ഷംല ഷൗക്കത്ത്, ഫൗസീന ഹനീഫ, CM കുഞ്ഞുമൊയ്തു തുടങ്ങിയവർ പങ്കെടുത്തു. ഒറ്റപ്പാലത്ത് കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെട്ട DCC മുൻ അംഗവും നഗരസഭ മുൻ വൈസ് ചെയർമാനുമായ S ശെൽവൻ ഉൾപ്പെടെ 10 പേരെ പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കാൻ KPCC നേതൃത്വത്തിന്റെ തീരുമാനം. DCCയുടെ ശുപാർശ പ്രകാരമാണ് തീരുമാനം. 2012 DCC മുൻ അംഗം S ശെൽവനെതിരായ അച്ചടക്ക നടപടി. അന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നഗരസഭയിൽ UDF അധികാരത്തിലെത്തിയതിനു പിന്നാലെ രൂപപ്പെട്ട വിഭാഗീയതയാണ് ഭരണമാറ്റത്തിലും അച്ചടക്ക നടപടിയിലും കലാശിച്ചത്. CPM പിന്തുണയോടെ വിജയിച്ച അവിശ്വാസ പ്രമേയത്തിലൂടെ 2012 കോൺഗ്രസ് വിമത വിഭാഗം അധികാരത്തിലെത്തിയ ഭരണത്തിൽ ശെൽവനായിരുന്നു ഉപാധ്യക്ഷൻ. ഇതോടെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വം നഷ്ടപ്പെട്ടു. ഭരണകാലയളവിനു ശേഷം BJP പക്ഷത്തേക്ക് മാറിയ ശെൽവൻ 2020 നഗരസഭാ തെരഞ്ഞെടുപ്പിൽ താമര ചിഹ്നത്തിൽ മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു.
ഇതിനുശേഷം BJP ബന്ധം ഉപേക്ഷിച്ച് കഴിഞ്ഞ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് NK ജയരാജനെതിരെ പാർട്ടിയുടെ കുത്തക വാർഡായ മീറ്റ്നയിൽ വിമതനായി മത്സരിച്ച് പരാജയപ്പെട്ടു. കഴിഞ്ഞ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് NK ജയരാജനെതിരെ പാർട്ടിയുടെ കുത്തക വാർഡായ മീറ്റ്നയിൽ വിമതനായി മത്സരിച്ച് പരാജയപ്പെട്ട ബ്ലോക്ക് മുൻ ജനറൽ സെക്രട്ടറി M ഉണ്ണികൃഷ്ണനും പാർട്ടിയിലേക്ക് മടങ്ങിയെത്തും. തെരഞ്ഞെടുപ്പിൽ ലക്കിടി പേരൂർ പഞ്ചായത്തിലേക്ക് കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിച്ച് വിജയിച്ച UP രവി 2020 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കാലത്ത് CPM പക്ഷത്തേക്ക് മാറിയ ലക്കിടി മണ്ഡലം മുൻ അധ്യക്ഷൻ PS ഷാജഹാൻ, ഒറ്റപ്പാലം ബ്ലോക്ക് കോൺഗ്രസ് മുൻ സെക്രട്ടറി UP രാജു, CT സലീം, രമ രവീന്ദ്രൻ MP, മുജീബ്, NK ശ്രീധരൻ എന്നിവരെയും പാർട്ടിയിലേക്ക് തിരിച്ചെടുത്തു. പാർട്ടി 2012 നടപടിയെടുത്ത് പുറത്താക്കിയതാണ്. പലതവണ പാർട്ടിക്ക് തിരിച്ചു വരുന്നതിന് വേണ്ടി അപേക്ഷ കൊടുത്താലും ഇത്രയും കാലം അത് പരിഗണിച്ചിരുന്നില്ല. ഏതായാലും ഇത്ര വൈകിട്ടാണെങ്കിലും പാർട്ടി എന്നെ തിരിച്ചെടുത്തതിൽ സന്തോഷമുണ്ട്. പാർട്ടിക്ക് എന്നെ വേണം എന്നുള്ളതുകൊണ്ടാണല്ലോ തിരിച്ചെടുത്തത്. അതുകൊണ്ട് നാളെ മുതൽ പാർട്ടിയുടെ വിജയത്തിന് വേണ്ടി സജീവമായി രംഗത്തുണ്ടാകും. തൃത്താല മണ്ഡലത്തിലെ ചാലുശ്ശേരിയിൽ നടന്ന ദേശീയ സരസ് മേളയിൽ വലിയ അഴിമതി നടന്നതായി സംശയിക്കുന്നുവെന്ന് പൊതുപ്രവർത്തകൻ ഹുസൈൻ തട്ടത്താഴത്ത്. വിവരാവകാശ രേഖയിലെ കണക്കുകളാണ് സംശയങ്ങൾക്ക് ഇടവരുത്തിയിരിക്കുന്നതെന്നും ഇതുമായി ബന്ധപ്പെട്ട് വിജിലൻസിൽ പരാതി നൽകുമെന്നും പട്ടാമ്പിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ഹുസൈൻ തട്ടത്താഴത്ത് പറഞ്ഞു. ചെലവായ പൈസ വിവരാവകാശ പ്രകാരം കിട്ടിയതാണ്. 4,18,63,444 രൂപയാണ് സരസ് മേളക്ക് ഔദ്യോഗികമായി വന്ന ചെലവ്. വരവോ 3,87,76,450 രൂപ. അപ്പൊ എങ്ങനെ ഇത്ര അധികം ചെലവ് വന്നു എന്നതിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. 30 ലക്ഷത്തിലധികം രൂപയുടെ ബാധ്യതയാണ് സരസ് മേള കൊണ്ട് കുടുംബശ്രീക്ക് ഉണ്ടായതെന്നും ഹുസൈൻ പറഞ്ഞു. ആർഭാടപൂർവ്വം പരിപാടികൾ നടത്തിയപ്പോഴും രാപ്പകൽ അവിടെ ജോലി ചെയ്തവരെ പരിഗണിച്ചില്ല. കേവലം 700 രൂപ മാത്രമാണ് ശുചീകരണ തൊഴിലാളികൾക്ക് ദിവസവേതനമായി നൽകിയതെന്നും ഹുസൈൻ ആരോപിച്ചു. ഫ്ലെക്സ്, ബാനർ, പരസ്യങ്ങൾക്ക് മാത്രം ചെലവാക്കിയിട്ടുണ്ട് 45,16,705. അതിൽ തന്നെ 552 എണ്ണം ഫ്ലെക്സ് ആണ് വെച്ചത്. അതിന് ചെലവായതാണ് 14,60,250 രൂപ. 552 ഫ്ലെക്സ് ഇനി ഏത് തരത്തിൽ അടിച്ചു വെച്ചാലും, തുണി ഫ്ലെക്സ് അടിച്ചു വെച്ചാലും പരമാവധി 3 ലക്ഷം 3.5 ലക്ഷമാണ് ചെലവ് വരിക. അതിന്റെ മുകളിൽ മാത്രം ഇവിടെ കാണുന്നത് 14 ലക്ഷമാണ്. മൊമെന്റോ, പൊന്നോട, ഉപഹാരം ഈ വക കാര്യങ്ങൾക്ക് വേണ്ടി ചെലവാക്കിയത് 3,61,791 രൂപ. എന്താ അറിയില്ല, ഈ പൊന്നാടയും ഉപഹാരവും അവിടുത്തെ നാട്ടിലെ ഒരു പുഴ സംരക്ഷണ പ്രവർത്തകൻ, അക്ഷരജാലകം എന്നൊരു ബുക്സിന്റെ ഇവിടുത്തെ സാഹിത്യ പ്രവർത്തകൻ എന്നൊക്കെ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഞാനത് എന്ത് ചെയ്യണമെന്നുള്ളത് അവസാനം പറയാം. അങ്ങനെ ആദരിക്കുവാൻ ചെലവ് എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നിട്ടുള്ള വ്യക്തികളെ ആദരിക്കാൻ ചെലവ് വന്നത് 4,13,684. എന്നാൽ ഇവിടെ വന്നിട്ടുള്ള അത് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഭക്ഷണത്തിന് ചെലവായതാണ് ഏറ്റവും രസം. 43,11,490 രൂപ. ജോലി വാഗ്ദാനം ചെയ്ത് യുവതിയെ പീഡിപ്പിച്ചെന്ന കേസിലെ പ്രതിയായ പാലക്കാട് നഗരസഭാ കോൺഗ്രസ് കൗൺസിലർ M പ്രശോഭിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഈ മാസം 16 മാറ്റി. അതിജീവിതയെ ഹാജരാക്കാനും ജാമ്യം നിഷേധിക്കാനുമുള്ള അപേക്ഷ ഫയൽ ചെയ്യാനും മണ്ണാർക്കാട് പട്ടികജാതി പട്ടികവർഗ പ്രത്യേക കോടതി ജഡ്ജി ജോമാൻ ജോൺ ഉത്തരവ് നൽകി. ജോലി വാഗ്ദാനം ചെയ്ത് പരിചയം സ്ഥാപിച്ച് ദളിത് യുവതിയെ പീഡിപ്പിച്ചെന്ന പരാതിയിലാണ് പാലക്കാട് ടൗൺ സൗത്ത് പോലീസ് കേസെടുത്തത്. പീഡനത്തിനു പുറമെ പട്ടികജാതി വിഭാഗങ്ങൾക്കെതിരെയുള്ള അതിക്രമം തടയൽ വകുപ്പും ചുമത്തിയിട്ടുണ്ട്. സംഭവത്തിനു ശേഷം പ്രക്ഷോഭ് ഒളിവിലാണ്. 16 അതിജീവിതയെ കേട്ട ശേഷമായിരിക്കും ജാമ്യാപേക്ഷയിൽ വാദം കേൾക്കുക. കുറഞ്ഞ വിലയിൽ നിത്യോപയോഗ സാധനങ്ങളും വാഹനങ്ങളും വാഗ്ദാനം ചെയ്ത് കോടികളുടെ തട്ടിപ്പ് കേസിൽ പ്രതിയായ IRDC സ്ഥാപന ചെയർമാൻ ഉണ്ണികൃഷ്ണൻ IRTC നിധി ഇന്ത്യ എന്ന പേരിൽ തുടങ്ങിയ പുതിയ സംരംഭത്തിനെതിരെ പ്രതിഷേധം. കരിമ്പുഴ കോട്ടപ്പുറത്ത് പ്രവർത്തിച്ചിരുന്ന സ്ഥാപനത്തിന്റെ ഓഫീസ് ജനകീയ പ്രതിഷേധത്തെ തുടർന്ന് പോലീസ് അടപ്പിച്ചു. നേരത്തെ തട്ടിപ്പിന് ഇരയായവരാണ് പ്രതിഷേധവുമായി എത്തിയത്.
നേരത്തെ ഇദ്ദേഹത്തിന് പണം നൽകി തട്ടിപ്പിനിരയായ 200-ലധികം വരുന്ന ആളുകൾ കഴിഞ്ഞ 1 വർഷമായി നീതിക്കായി പോരാട്ടത്തിലാണ്. സ്കൂട്ടറുകൾ, ലാപ്ടോപ്പുകൾ, തയ്യൽ മെഷീനുകൾ തുടങ്ങി നിരവധി ഉൽപ്പന്നങ്ങൾ വിപണി വിലയുടെ പകുതി മാത്രം വിലയ്ക്ക് വാങ്ങി നൽകാമെന്ന് വിശ്വസിപ്പിച്ചാണ് IRDC ചെയർമാൻ ഉണ്ണികൃഷ്ണനും സംഘവും പണം തട്ടിയത്. വിശ്വാസ്യത ഉറപ്പാക്കാൻ തുടക്കത്തിൽ കുറച്ചുപേർക്ക് സ്കൂട്ടറുകൾ നൽകിയിരുന്നെങ്കിലും പിന്നീട് പണം നൽകിയ ഭൂരിഭാഗം പേർക്കും വാഗ്ദാനം ചെയ്ത സാധനങ്ങളോ നൽകിയ പണമോ തിരികെ ലഭിച്ചില്ല. പലർക്കും വ്യാജ രസീതുകൾ നൽകിയാണ് തട്ടിപ്പ് നടത്തിയതെന്നും ആരോപണമുണ്ട്. NGOയുടെ പേരിൽ പിരിച്ചെടുത്ത തുക വ്യക്തിപരമായ അക്കൗണ്ടുകളിലേക്ക് മാറ്റിയതായും ഇരകൾ പരാതിപ്പെടുന്നു. നിലവിൽ ഈ കേസിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇതിനിടെയാണ് IRTC നിധി ഇന്ത്യ എന്ന പേരിൽ പുതിയ സംരംഭമായ ഗോൾഡ് ലോൺ സ്ഥാപനം കരിമ്പുഴ കോട്ടപ്പുറത്ത് ആരംഭിച്ചത്. ഇതറിഞ്ഞ് നേരത്തെ തട്ടിപ്പിനിരയായ ഇരകൾ ഇവിടെ എത്തുകയും പ്രതിഷേധിക്കുകയുമായിരുന്നു. തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി സ്ഥാപനം അടപ്പിച്ചു. കരിമ്പുഴയിൽ എന്ന് മാത്രമല്ല, ഇവർ എവിടെ സ്ഥാപനം തുടങ്ങിയാലും തങ്ങൾ പ്രവർത്തിക്കാൻ അനുവദിക്കില്ലെന്ന് സമരക്കാർ വ്യക്തമാക്കി. പാതിവില തട്ടിപ്പിന്റെ മറവിൽ IRDC ചെയർമാൻ ഉണ്ണികൃഷ്ണനും ഭാര്യയും മകൻ അതേമാതിരി മകള് ഇത്രയും ആളുകൾ ഈ IRDC എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ പിരിക്കുകയും സ്കൂട്ടറുകൾ, ലാപ്ടോപ്പുകൾ, തുന്നൽ മിഷൻ, അങ്ങനെ ഗൃഹോപകരണങ്ങൾ പല വിധത്തിലുള്ള പാതിവിലക്ക് കൊടുക്കാമെന്നും പറഞ്ഞ് ജനങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ പിരിച്ച് തട്ടിപ്പ് നടത്തിയ സംഭവം ഇതിനു മുമ്പ് മാധ്യമങ്ങളിലും ഇവിടെ ഞങ്ങൾ പഴയൊരു സ്ഥാപനം ഉണ്ടായിരുന്നു MLA റോഡുമായിട്ട് ബന്ധപ്പെട്ട്. ആ സ്ഥാപനം പൂട്ടിക്കുകയും തുടർന്ന് അതേ സ്ഥാപനം അതേ പേരിൽ കോട്ടപ്പുറം SBIക്ക് സമീപം പഞ്ചായത്തിന്റെ ലൈസൻസോ രജിസ്ട്രേഷനോ ഒന്നുമില്ലാതെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പാതിവില തട്ടിപ്പിന് ഇരയായ ആളുകൾ ഇവിടെ ഒത്തുചേർന്ന് ഈ സ്ഥാപനം പൂട്ടിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. പോലീസ് എത്തി കാര്യങ്ങൾ രേഖകൾ പരിശോധിച്ച് നോക്കുമ്പോൾ അതിൽ ലൈസൻസും കാര്യങ്ങളും ഒന്നും ഈ സ്ഥാപനത്തിനില്ല. ഇതിന്റെ അടിസ്ഥാനത്തിൽ നിലവിലിപ്പോൾ കുറച്ച് ആളുകൾ ഇവിടെ കൂടിയിട്ടുള്ളൂ. ഇതിപ്പോൾ രാവിലെ ഒന്ന് പെട്ടെന്ന് തട്ടിക്കൂട്ടിയ ആളുകളാണ്. 200 എത്ര ആളുകളുണ്ടാവും, 200 ചില്ലാന ആളുകൾ ഇതിന്റെ പേരിൽ തട്ടിപ്പിന് ഇരയായിട്ടുണ്ട്. അപ്പൊ അത്രയും ആളുകൾ ബാക്കി പുറത്ത് നിൽക്കുക. 4 കോടിയോളം രൂപ ഈ ഉണ്ണികൃഷ്ണൻ ഇതിന്റെ പേരിൽ ജനങ്ങളിൽ നിന്ന് പിരിച്ചിട്ടുണ്ട്. കുറച്ച് ആളുകൾക്ക് കുറച്ച് സ്കൂട്ടറുകൾ കൊടുത്തൊഴിച്ചാൽ വേറൊരു പരിപാടി മൂപ്പർ അതിന്റെ പേരിൽ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ പല അക്കൗണ്ടുകളിലായിട്ടാണ് ഈ പണം പിരിച്ചിട്ടുള്ളത്. കുറെ മകന്റെ അക്കൗണ്ടിൽ പല ബാങ്കുകളിലായിട്ട്. അതിൽ ഒരേ അക്കൗണ്ട് പോലീസ് കണ്ടുകെട്ടിയെന്നല്ലാതെ വേറൊരു പരിപാടിയും ചെയ്തിട്ടില്ല. കേസും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ക്രൈംബ്രാഞ്ചിന്റെ കീഴിലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. കൃത്യമായ ലൈസൻസ് പോലും ഇല്ലാതെയാണ് സ്ഥാപനം പ്രവർത്തിച്ചിരുന്നതെന്നും അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. നഷ്ടപ്പെട്ട പണം എന്ന് തിരികെ ലഭിക്കുമെന്ന ആശങ്കയിലാണ് ഇപ്പോഴും ഇരകളായ സാധാരണക്കാർ. പണം ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തിയ ശേഷം പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരെ പോസ്റ്റിട്ട കേസിൽ പ്രതിയുടെ ജാമ്യഹർജി പെരിന്തൽമണ്ണ 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് തള്ളി. പെരിന്തൽമണ്ണ പൊന്യാകൃഷി കണ്ണൻതൊടി വീട്ടിൽ മുഹമ്മദ് റോഷന്റെ ജാമ്യഹർജി മജിസ്ട്രേറ്റ് KN ആശയാണ് തള്ളിയത്. കേസിൽ കൂടുതൽ അന്വേഷണം നടന്നുവരികയാണെന്നും ജാമ്യം നൽകുന്നത് കേസിനെ ബാധിക്കുമെന്നും പ്രോസിക്യൂഷനു വേണ്ടി അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ നവാബ് ഖാൻ ചൂണ്ടിക്കാട്ടി. തുടർ അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് പ്രതിയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കസ്റ്റഡി അപേക്ഷ ഈ മാസം 10 പരിഗണിക്കും. ഏപ്രിൽ 2 മുഹമ്മദ് റോഷൻ അറസ്റ്റിലായത്. ഇടവേള. വീണ്ടും വാർത്തകളിലേക്ക്. ഒറ്റപ്പാലം മണ്ഡലം ഇടതുപക്ഷ സ്ഥാനാർത്ഥി K പ്രേംകുമാറിന്റെ പ്രചരണ ബോർഡുകൾ നശിപ്പിച്ച നിലയിൽ. ശ്രീകൃഷ്ണപുരത്ത് പെരുമാങ്ങോട് 35ാം നമ്പർ ബൂത്തിന്റെ പരിധിയിൽ സ്ഥാപിച്ചിരുന്ന നിരവധി ബോർഡുകളും പോസ്റ്ററുകളുമാണ് നശിപ്പിച്ച നിലയിൽ കണ്ടെത്തിയത്. തിങ്കളാഴ്ച രാവിലെ 5 മണിക്ക് വീടുകളിൽ പത്രം ഇടുന്നതിനു വേണ്ടി ഈ വഴി വന്ന ബൂത്ത് സെക്രട്ടറി M സുകുമാരനാണ് ബോർഡുകൾ നശിപ്പിച്ചതായി കണ്ടത്. തുടർന്ന് വാർഡ് മെമ്പർ P രജനിയെയും പാർട്ടി അംഗങ്ങളെയും വിവരം അറിയിച്ചതിനെ തുടർന്ന് നടത്തിയ തിരച്ചിലിലാണ് കൂടുതൽ ബോർഡുകൾ നശിപ്പിച്ചതായി കണ്ടെത്തിയത്. ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ സുനിശ്ചിതമായ വിജയത്തെ ഭയക്കുന്നവരാണ് ഇത്തരം പ്രവണതകളിലേക്ക് നീങ്ങുന്നതെന്ന് ബൂത്ത് സെക്രട്ടറി M സുകുമാരൻ പറഞ്ഞു. പക്ഷേ ഇതുകൊണ്ടൊന്നും സാധാരണക്കാരായ ജനങ്ങളുടെ മനസ്സിൽ നിന്നും ഇടതുപക്ഷത്തെ മാറ്റി നിർത്താൻ കഴിയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 35ാം ബൂത്ത് പെരുമാങ്ങോട് ഇന്നലെ നമ്മൾ വ്യാപകമായിട്ട് ബോർഡുകൾ നമ്മുടെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് പ്രേംകുമാറിൻ്റെ ബോർഡുകൾ നിറയെ ഇന്നലെ വെച്ചിരുന്നു. ഇന്നലെ രാത്രിയോടുകൂടി ഞങ്ങളൊരു 9 മണി വരെ
ഈ ബോർഡുകൾ സ്ഥാപിക്കലായിരുന്നു ഞങ്ങളുടെ പണി. ഈ നിൽക്കുന്നവരെല്ലാവരും ഉണ്ടായിരുന്നു. അതിനിടയിൽ നിന്ന് രാവിലെ 5 മണിക്ക് നീച്ച് ഞങ്ങൾ ഈ വഴിയിൽ കൂടി നടക്കുമ്പോൾ ഞങ്ങൾക്ക് നടക്കേണ്ടതിന് എനിക്ക് പത്രമിടലുണ്ട്. ആ പത്രം ഇടുന്ന സമയത്ത് ഈ ബോർഡുകളെല്ലാം തന്നെ സാമൂഹ്യ ദ്രോഹികൾ നശിപ്പിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി. അതിൻ്റെ ഒരു കാരണം എന്താ വെച്ചാൽ പ്രേംകുമാർ നല്ല ഭൂരിപക്ഷത്തോടു കൂടെ വിജയിക്കും എന്നുള്ള ഒരു ഉറച്ച തീരുമാനം നമ്മുടെ വലതുപക്ഷ പാർട്ടികൾക്കുണ്ട്. ആ പാർട്ടികളിൽ നിന്നുള്ള ആരെങ്കിലും ആയിരിക്കാം, കൃത്യമായിട്ട് നമ്മൾ കണ്ടിട്ടൊന്നുമില്ല. എന്തായാലും നമ്മുടെ ഏകദേശം 10ഓളം നല്ല ഒന്നാം തരം ബോർഡുകൾ ഇന്ന് രാവിലെ നശിപ്പിക്കപ്പെട്ട രീതിയിൽ കണ്ടെത്തി. പക്ഷെ അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതെത്ര തന്നെ നശിപ്പിച്ചാലും നമ്മുടെ ഈ ഒറ്റപ്പാലം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി പ്രേംകുമാർ വളരെ നല്ല ഭൂരിപക്ഷത്തിൽ തന്നെ വിജയിക്കും എന്നാണ് എനിക്കവരെ ഓർമ്മപ്പെടുത്താറുള്ളത്. നിങ്ങൾ ബോർഡുകൾ നശിപ്പിച്ചുകൊണ്ട് വോട്ടുകൾ ചെയ്യുന്ന പാവങ്ങളുടെ വോട്ട് നിങ്ങൾക്ക് വരില്ല. അത് നിങ്ങൾ നല്ലവണ്ണം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പട്ടാമ്പി മണ്ഡലത്തിൽ കോൺഗ്രസിലെ ജീർണതയ്ക്കെതിരെയാണ് താൻ മത്സരരംഗത്തേക്ക് വരാൻ കാരണമെന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥി ഹാരിസ് ബാബു പൈലിപ്പുറം പട്ടാമ്പിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. 6 വർഷം മുമ്പ് കോൺഗ്രസുമായി പ്രവർത്തിച്ചു വന്നിരുന്ന വ്യക്തിയാണ്. പാർട്ടിയുമായുള്ള ബന്ധം ഒരു കാലത്തും തനിക്ക് ഇല്ലാതാക്കാനാവില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് തർക്കവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനുള്ളിൽ അതൃപ്തിയുണ്ട്. അതുതന്നെയാണ് താൻ മത്സരിക്കാൻ ഇടയാക്കിയതെന്നും ഹാരിസ് ബാബു പൈലിപ്പുറം പറഞ്ഞു. ജയിക്കാനല്ല, പ്രതിഷേധമുള്ള കോൺഗ്രസുകാർക്ക് വേണ്ടിയാണ് താൻ മത്സരരംഗത്ത് ഉറച്ചു നിന്നതെന്നും ഹാരിസ് ബാബു പറഞ്ഞു. എന്നീ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് നയിച്ചത് എൻ്റെ ഒരു സ്വതന്ത്ര നിലപാട് പാർട്ടി അനുകൂലികളായ കോൺഗ്രസിൽ നിന്നും ലീഗിൽ നിന്നും അനുകൂലികളായ ഒരുപാട് ആളുകൾ എന്നെ പേഴ്സണലി ഫോണിലൂടെയും നേരിട്ടും അതിനുള്ള സപ്പോർട്ടും ഉറപ്പും എനിക്ക് തന്നത് കാരണമാണ് ഞാൻ ഈ സംവിധാനത്തിലേക്ക് വന്നത്. അത് ഒരു വോട്ടായി മാറണമെന്ന് എനിക്ക് ഉറപ്പൊന്നുമില്ല. കാരണം അവർക്ക് അവരുടേതായ പ്ലാറ്റ്ഫോമിൽ പ്രചരണത്തിന്റെ ഭാഗമായിട്ടാണെങ്കിലും വോട്ടിന്റെ ക്യാമ്പയിനിന്റെ ഭാഗമായിട്ടാണെങ്കിലും ചിലപ്പോൾ വോട്ട് ചെയ്യേണ്ട ഒരു എനിക്ക് ഓഫർ തന്ന ആളെ ഉൾപ്പെടെ വോട്ട് ചിലപ്പോൾ UDF-നായിരിക്കാരം ചെയ്യാം. എന്നാലും ആ ഒരു ഊർജമാണ് എന്നെ ഇതിലേക്ക് കൂടുതൽ ഈ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് നയിച്ചത്. ഇപ്പൊ ഞാൻ സ്ഥാനാർത്ഥിയായി പ്രചരണാർത്ഥം പട്ടാമ്പിയിലും അല്ലെങ്കിൽ മറ്റുള്ള 8 പഞ്ചായത്തിലും എനിക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. എന്റെ പഞ്ചായത്തിൽ തന്നെ, എന്റെ വാർഡിൽ തന്നെ മുഴുവൻ ജനങ്ങളോട് ഞാനത് സമീപിച്ചിട്ടില്ല. സോഷ്യൽ മീഡിയ ഞാൻ പറഞ്ഞല്ലോ 90% സോഷ്യൽ മീഡിയ വഴിയാണ് ഞാൻ എന്റെ പ്രചരണം ക്യാമ്പയിൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ലക്ഷ്യങ്ങളും ഉദ്ദേശങ്ങളും എനിക്ക് കിട്ടുന്ന ഒരു വോട്ട് ഞാൻ എങ്ങനെയാലും എനിക്ക് വോട്ട് ചെയ്യും. എന്റെ വോട്ട് മുതൽ എത്ര വോട്ട് കിട്ടുമോ അതന്നെയാണ് ഇതിന്റെ പ്രചരണത്തിന്റെ എനിക്കുള്ള ആസക്തി. കാരണം രാഷ്ട്രീയപരമായിട്ട് കഴിഞ്ഞ ടൈംസിൽ ഇന്നത്തെ UDF-ന്റെ സ്ഥാനാർത്ഥി കഴിഞ്ഞ ടൈംസിൽ LDF-ന്റെ ചെയർമാനായിരുന്നു. LDF-ന്റെ ചെയർമാനായ ആള് ഒരു പ്രത്യക്ഷത്തിൽ ഇന്ന് UDF ക്യാമ്പയിൻ ഭാഗമായിട്ട് സ്ഥാനാർത്ഥി ആയിട്ട് മുമ്പോട്ട് പോണത്. അപ്പൊ ഇത്രയും ഒരു ജീർണത നമ്മുടെ രാഷ്ട്രീയത്തിന്, അതായത് ഒരു ചെറുപ്പക്കാരായ ആളുകൾക്കൊന്നും ഇഷ്ടമായിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അന്നും ഇന്നും CPM-കാരനാണ്. പറയുന്നതിൽ സങ്കടമുണ്ട്. 1 വർഷവും 2 മാസവുമായി പെൻഷൻ മുടങ്ങിയിട്ട് മരുന്ന് പോലും വാങ്ങാൻ നിർവാഹമില്ലെന്ന് കാഴ്ച പരിമിതിയുള്ള കുമരമ്പത്തൂർ പയ്യനടം പുതുക്കുടി മാധവൻ പറഞ്ഞു. ഇന്നും പാർട്ടിയിലാണ്, പാർട്ടിയിൽ പോയിട്ടൊന്നുമില്ല. പക്ഷേ പെൻഷൻ ലഭിക്കില്ല എന്ന് മാത്രം. അതിലെനിക്ക് സങ്കടമാണ്. പരിപാടികൾക്കൊക്കെ പാർട്ടി പരിപാടികൾ പോകാറുണ്ടോ? അടുത്തിപ്പോൾ ദൂരത്തേക്ക് പോകില്ല, ഇവിടെ അടുത്തൊക്കെ ആണെങ്കിൽ പോകും. ഇപ്പോൾ പാലക്കാടേക്ക് വിളിക്കുമ്പോൾ കണ്ണുകാറ്റിലൊന്നും പേര് കൊണ്ടുപോയി ആൾക്കാർ. പണ്ട് പോയിരുന്നു, പാലക്കാടൊക്കെ പോയിരുന്നു. എല്ലാ പരിപാടികൾക്കും പണ്ട് പോകുമായിരുന്നു. മിക്കവാറും പരിപാടിക്ക് പോകും. പണിത്തിരക്കുള്ള സമയത്ത് ചില അറ്റൻഡിന്റെ സമയത്ത് പോകില്ല. 40 വർഷത്തോളം മേസ്തിരിപ്പണിയായിരുന്നു. കെട്ടിട തൊഴിലാളി യൂണിയൻ അംഗമായി. ആകാശത്തേക്ക് മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യങ്ങൾ ഇക്കാലം അത്രയും വിളിച്ചു. 40 വർഷക്കാലവും ക്ഷേമനിധി അടച്ചു. കഴിയാവുന്നിടത്തോളം പണി ചെയ്തു. പിന്നീട് പെൻഷനും ലഭിച്ചു. എന്നാൽ മസ്റ്ററിംഗ് നടത്തിയില്ലെന്ന് കാണിച്ച് 14 മാസം മുമ്പ് പെൻഷൻ നിലച്ചു. പിന്നീട് മസ്റ്ററിംഗ് നടത്തി. അപേക്ഷയും 100 രൂപയും CPM മണ്ണാർക്കാട് പാർട്ടി ഓഫീസിൽ നൽകിയിട്ട് മാസങ്ങളായി. വിളിക്കുമ്പോൾ ഉടൻ ലഭിക്കുമെന്നും ഇങ്ങോട്ട് വിളിക്കുമെന്നുമാണ് പറയുന്നത്. ക്ഷേമനിധി ഓഫീസിൽ നിന്ന് വിളിക്കും. ആധാർ കാർഡും 100 രൂപയും കൊണ്ടുവരും. എൻ്റെ കയ്യിൽ പൈസ ഇല്ല. ഞാൻ അടുത്ത വീട്ടിൽ പോയി 500 രൂപ കടം വാങ്ങി ഒരു ഓട്ടോ വിളിച്ച് കൊണ്ടേ കൊടുത്ത് പോകുന്നു. എന്നതിന് ശേഷം 2 മാസം കണ്ട് വിളിക്കുമ്പോൾ ഞാനങ്ങോട്ട് വിളിക്കാം ഇങ്ങനെ മറുപടി ഉണ്ട്. ഏത് ഓഫീസിലാണ് അത് കൊണ്ടു കൊടുത്തത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPM-ന്റെ ഓഫീസിൽ. എവിടെ? മണ്ണാർക്കാട്. ആരോട് പറഞ്ഞിട്ടും ഫലമില്ല. അതുകൊണ്ട് തന്നെ ഇത്തവണ വോട്ട് UDF-ന് നൽകും.
ഇതുവരെ പാർട്ടിക്കല്ലാതെ വോട്ട് ചെയ്തിട്ടില്ല. ഇപ്പോഴും പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കാറുണ്ട്. ജോലി ഒഴിവാക്കി വരെ പാർട്ടി പരിപാടികൾക്ക് പോകാറുണ്ടായിരുന്നു. കാഴ്ചക്കുറവുണ്ട്. ആസ്മ ഉൾപ്പെടെയുള്ള മറ്റു രോഗങ്ങളും ശല്യം ചെയ്യുന്നു. തൊഴിലുറപ്പിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം കൊണ്ടാണ് മരുന്ന് വരെ വാങ്ങുന്നതെന്ന് മാധവൻ പറഞ്ഞു. ഒരു കൊല്ലം 2 മാസമായി. എന്നിട്ടിപ്പോൾ പുതിയ ഓർഡർ വന്നപ്പോൾ ജൂൺ മാസത്തിൽ പുതുക്കി 11 മാസം ആയി ഈ മാസത്തേക്ക്. ഇതുവരേക്ക് പെൻഷൻ ലഭിച്ചിട്ടില്ല. പാർട്ടി ഓഫീസിലേക്ക് വിളിക്കുമ്പോൾ ഞാൻ വിളിക്കാം എന്ന് മറുപടി തരുന്നുണ്ട്. തന്നെ ഉള്ളൂ. ഏത് ക്ഷേമനിധിയിലായിരുന്നു? കെട്ടിട നിർമ്മാണ തൊഴിലാളി. ഞാൻ കെട്ടിട നിർമ്മാണ മേസനായിരുന്നു. അപ്പോൾ ക്ഷേമനിധിയുടെ പൈസ മുഴുവൻ അടച്ചതാണ്. അത് പുറത്ത് തന്നു. പെൻഷൻ പറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെൻഷൻ നിന്നതാണ്. പെൻഷൻ ലഭിച്ചിരുന്നെങ്കിൽ മരുന്ന് വാങ്ങാനും മറ്റും കഴിയുമായിരുന്നുവെന്നും പാർട്ടിക്കാരോട് ഇക്കാര്യം പറഞ്ഞു മടുത്തുവെന്നും 70കാരനായ മാധവൻ പറഞ്ഞു. അട്ടപ്പള്ളത്ത് അതിഥി തൊഴിലാളി ആൾക്കൂട്ട ആക്രമണത്തിനിരയായി കൊല്ലപ്പെട്ട കേസിലെ പ്രതികളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഈ മാസം 18 മാറ്റി. കൊല്ലപ്പെട്ട രാംനാരായൺ ഭഗേലിന്റെ ഭാര്യയെ അന്ന് ഹാജരാക്കാനും മണ്ണാർക്കാട് പട്ടികജാതി പട്ടികവർഗ പ്രത്യേക കോടതി ജഡ്ജി ജോമോൻ ജോൺ ഉത്തരവിട്ടു. ഹൈക്കോടതി ജാമ്യം റദ്ദാക്കിയതിനെ തുടർന്ന് മണ്ണാർക്കാട് SC/ST കോടതിയിൽ ഹാജരായ 8 പ്രതികളെയും കോടതി വീണ്ടും റിമാൻഡ് ചെയ്തിരുന്നു. ഇരയുടെ ബന്ധുക്കൾക്ക് പറയാനുള്ളത് കേൾക്കാതെയാണ് വിചാരണ കോടതി ജാമ്യം നൽകിയതെന്ന ആക്ഷേപം ഉയർന്നതിനെ തുടർന്നായിരുന്നു ഹൈക്കോടതിയുടെ ഇടപെടൽ. ജാമ്യത്തിലിറങ്ങിയ പ്രതികൾ സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്നും കേസിൽ തെളിവ് നശിപ്പിക്കപ്പെട്ടേക്കുമെന്നും ഹൈക്കോടതിയിൽ അന്വേഷണ സംഘം വാദിച്ചിരുന്നു. സംഭവശേഷം ഒളിവിൽ പോയ പ്രതികളെ ഏറെ ശർമ്മകരമായാണ് പിടികൂടിയതെന്നും ജാമ്യത്തിലിറങ്ങി വീണ്ടും ഒളിവിൽ പോയേക്കാമെന്നതും ഉൾപ്പെടെയുള്ള അന്വേഷണ സംഘത്തിന്റെ വാദങ്ങൾ പരിഗണിച്ചാണ് വിചാരണ കോടതി നൽകിയ ജാമ്യം ഹൈക്കോടതി റദ്ദാക്കിയത്. ഡിസംബർ 17 വൈകിട്ടാണ് ഈസ്റ്റ് അട്ടപ്പള്ളത്ത് ഛത്തീസ്ഗഡ് സ്വദേശി രാംനാരായൺ ഭാഗേൽ ആൾക്കൂട്ടാക്രമണത്തിന് ഇരയായത്. ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ അന്ന് രാത്രി മരിച്ചു. ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി PK രാജമോഹന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് നിലവിൽ കേസ് അന്വേഷിക്കുന്നത്. സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ രാജീവ് നടക്കാവിൽ ഹാജരായി. വേനൽ കത്തിജ്വലിക്കുമ്പോഴും ജലലഭ്യതയെ ചൊല്ലി ഒറ്റപ്പാലത്തിന് പേടി വേണ്ട. സമഗ്ര ശുദ്ധജല പദ്ധതിയുടെ സ്രോതസ്സായ ഭാരതപ്പുഴയിലെ മീറ്റ്ന തടയണ നിറഞ്ഞു തുളുമ്പി നിൽക്കുന്നതാണ് ആശ്വാസം. വേനലിന്റെ തുടക്കത്തിൽ തന്നെ ഷട്ടറുകൾ അടച്ചതാണ് മീറ്റ്ന തടയണയിൽ ഇപ്പോഴും പരമാവധി സംഭരണശേഷിയിൽ ജലനിരപ്പ് ക്രമീകരിക്കാൻ സഹായകമായത്. തടയണയിലെ 26 ഷട്ടറുകളും നേരത്തെ തന്നെ ജല അതോറിറ്റി പൂർണ്ണമായി അടച്ചിരുന്നു. ഇടവേളകളിൽ വേനൽ മഴ കൂടി ലഭിച്ചാൽ ആശങ്ക വേണ്ടിവരില്ലെന്ന് അധികൃതർ അറിയിച്ചു. ഒറ്റപ്പാലം നഗരസഭയിലേക്കും അമ്പലപ്പാറ പഞ്ചായത്തിലേക്കുമുള്ള സമഗ്ര ശുദ്ധജല പദ്ധതികളുടെ സ്രോതസ്സാണ് മീറ്റ്ന തടയണ. നഗരസഭയിലും അമ്പലപ്പാറ പഞ്ചായത്തിലുമായി ഏകദേശം 20,000-ലേറെ ഉപഭോക്താക്കളാണ് മീറ്റ്ന തടയണയിലെ വെള്ളത്തെ ആശ്രയിക്കുന്നത്. ഇതിനു പുറമെ വരൾച്ചാ സമാനമായ സാഹചര്യം നേരിടുന്ന മറ്റു ചില പഞ്ചായത്തുകളിലേക്കും ദിവസവും ടാങ്കർ ലോറികളിൽ വെള്ളം കൊണ്ടുപോകുന്നുണ്ട്. അതേസമയം ജലവിതരണത്തിലെ സാങ്കേതിക പ്രശ്നങ്ങൾ ഇപ്പോഴും ഉപയോക്താക്കൾക്ക് തലവേദനയാണ്. നഗരപരിധിയിൽ പോലും പലയിടത്തും വെള്ളമെത്തുന്നത് 4 ദിവസത്തെ ഇടവേളകളിൽ മാത്രമാണ്. പൈപ്പുകളും വാൽവുകളും തകരാറിലാകുന്നതും വ്യാസം കുറഞ്ഞ പൈപ്പുകൾ വഴി ഉയർന്ന പ്രദേശങ്ങളിലേക്ക് വെള്ളമെത്താത്തതുമാണ് പരാതികൾക്ക് വഴിയൊരുക്കുന്നത്. ഇസ്ലാം എന്ന ദർശനത്തെ ആരാധന എന്നതിനപ്പുറം മാർഗദർശനം എന്ന തലത്തിൽ ഉൾക്കൊള്ളുമ്പോൾ ലോകം ഇന്ന് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന വംശീയതയ്ക്ക് പരിഹാരമുണ്ടാകുന്ന വിശ്വസാഹോദര്യത്തെ വിളംബരം ചെയ്യുന്നു എന്നതാണ് വിശുദ്ധ ഹജ്ജിന്റെ 1ാമത്തെ പ്രത്യേകത എന്ന് ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ P. മുജീബ് റഹ്മാൻ പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമി മലപ്പുറം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റി പെരിന്തൽമണ്ണ ശാന്തപുരം അൽ ജാമിയയിൽ സംഘടിപ്പിച്ച ഹജ്ജ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മനുഷ്യർക്കിടയിലുള്ള എല്ലാ വൈജാത്യങ്ങളെയും മാറ്റി നിർത്തിക്കൊണ്ട് മനുഷ്യരെല്ലാവരും ആദാമിന്റെ മക്കളാണെന്ന വിശ്വസാഹോദര്യത്തിന്റെ വിളംബരമാണ് ഹജ്ജ്. എല്ലാ പങ്കുകാരെയും മാറ്റി നിർത്തി അല്ലാഹുവിന്റെ ഏകത്വം വിളംബരം ചെയ്താണ് ഒരാൾ ഹജ്ജിലേക്ക് പ്രവേശിക്കുന്നതെന്നും അധികാരത്തിന്റെ, യജമാനത്വത്തിന്റെ, മുതലാളിത്തത്തിന്റെ വ്യത്യാസമില്ലാതെ ദൈവത്തിന്റെ ഭൂമിയിൽ ദൈവത്തിന്റെ അടിയാറുകളായ മനുഷ്യരെല്ലാവരും തുല്യരാണെന്ന സാഹോദര്യത്തിന്റെ സന്ദേശമാണ് ഹജ്ജ് ലോകത്തിന് നൽകുന്നതെന്നും ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ പറഞ്ഞു. ആത്മസംസ്കരണത്തിന്റെ ഒരു വിശ്വാസത്തെ നിർണയിച്ചു കൊടുത്ത വഴിയാണെന്നതോടൊപ്പം തന്നെ ആഗോള സമൂഹത്തിൽ വിശ്വസാഹോദര്യത്തെ കുറിച്ച് ഉജ്ജ്വലമായ ആശയം പകർന്നു കൊടുക്കുന്ന ഒരു കർമ്മം കൂടിയാണ് ഹജ്ജ് എന്ന് നമുക്ക് കാണാവുന്നതാണ്.
നമസ്കാരം പോലെ, നോമ്പ് പോലെ, സക്കാത്ത് പോലെ വിശുദ്ധ ഹജ്ജ് കർമ്മത്തിന്റെ ഏറ്റവും വലിയ സാമൂഹ്യമാനം അല്ലെങ്കിൽ ആഗോളമാനം എന്ന് പറയുന്നത് വിശ്വസാഹോദര്യത്തെ വിളംബരം ചെയ്യുന്ന ഒരു കർമ്മമാണ് വിശുദ്ധ ഹജ്ജ് കർമ്മം എന്നുള്ളതാണ്. ഈ കാലഘട്ടത്തിൽ അതിന് ഒരുപാട് പ്രസക്തി ഉണ്ട് എന്ന് നമുക്കറിയാം. ഈ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷങ്ങളുടെ ആധാരം എന്താണ്? നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷത്തിന്റെ ആധാരം എന്താണ്? നമ്മുടെ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷത്തിന്റെ ആധാരം എന്താണ് എന്ന് ചോദിച്ചാൽ വംശത്തിന്റെയോ വർഗത്തിന്റെയോ വർണ്ണത്തിന്റെയോ ജാതിയുടെയോ ദേശത്തിന്റെയോ ഭാഷയുടെയോ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്ന വംശീയതയാണ് ഇന്ന് ലോകത്ത് ദുരന്തങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാവുന്ന കാര്യമാണ്. അത് ലോകത്ത് അമേരിക്ക ഇറാൻ എന്നത് തൊട്ട് നമ്മുടെ നാട്ടിലേക്ക്, നമ്മുടെ കുഗ്രാമങ്ങളിലേക്ക് ഇന്ന് ഇലക്ഷൻ പ്രചരണം നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ കേരളീയ സാമൂഹ്യ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ പോലും ഇസ്ലാമോഫോബിയയും ഹേറ്റ് സ്പീച്ചും ഒക്കെ നടക്കുന്നതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് വംശീയതയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാം എന്ന് പറയുന്ന ഒരു ദർശനത്തെ ആരാധന എന്ന് പറയുന്ന ഒരു വൃത്തത്തിനപ്പുറം മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ട മാർഗദർശനം എന്ന ഒരു തലത്തിൽ നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ ലോകത്തെ ഇന്ന് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന അപകടകരമായ വംശീയതയ്ക്ക് മുന്നിൽ വിശുദ്ധ ഹജ്ജ് കർമ്മം എന്ന് പറയുന്നതും അതിന്റെ പരിഹാരമാകുന്ന വിശ്വസാഹോദര്യത്തെ വിളംബരം ചെയ്യുന്നു എന്നത് തന്നെയാണ് അതിന്റെ ഒന്നാമത്തെ പ്രത്യേകത എന്ന് നമുക്ക് കാണാവുന്നതാണ്. ജില്ലാ സെക്രട്ടറി CH ബഷീറിന്റെ ഖുറാൻ ക്ലാസോടെയാണ് ഹജ്ജ് ക്യാമ്പ് ആരംഭിച്ചത്. ജില്ലാ വൈസ് പ്രസിഡന്റ് സലീം മമ്പാട് അധ്യക്ഷത വഹിച്ചു. ഹജ്ജ് എന്ത്, എങ്ങനെ എന്ന തലക്കെട്ടിൽ ഷിഹാബുദ്ദീൻ ഇബ്നു ഹംസ ഹജ്ജിന്റെ കർമ്മങ്ങളുടെ പ്രായോഗിക അവതരണം നടത്തി. ഹാജിമാരുടെ സംശയങ്ങൾക്കും അന്വേഷണങ്ങൾക്കും ജില്ലാ പ്രസിഡന്റ് സമീർ കാളിക്കാവ്, ഷിഹാബുദ്ദീൻ ഇബ്നു ഹംസ എന്നിവർ മറുപടി നൽകി. ജമായത്തെ ഇസ്ലാമി സംസ്ഥാന അസിസ്റ്റന്റ് അമീർ VT അബ്ദുള്ള കോയ തങ്ങൾ സമാപനവും പ്രാർത്ഥനയും നിർവഹിച്ചു. ക്യാമ്പ് കൺവീനർ KP അബൂബക്കർ, ജില്ലാ സമിതി അംഗം ഡോക്ടർ VM സാഫിർ തുടങ്ങിയവർ സംസാരിച്ചു. ആവേശകരമായി പെരിന്തൽമണ്ണയിൽ കുതിരയോട്ട മത്സരം. ദുബായ് പടി സൂപ്പർസോണിക് ക്ലബ്ബാണ് സൗത്ത് ഇന്ത്യൻ ഹോഴ്സ് റൈസിംഗ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചത്. തമിഴ്നാട് നിന്നുള്ള ജോക്കികൾ ഓടിച്ച കുതിരകളാണ് ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായത്. ഫുട്ബോളിനും ക്രിക്കറ്റിനും പേരുകേട്ട പെരിന്തൽമണ്ണയിൽ ആദ്യമായിട്ടാണൊരു കുതിരയോട്ട മത്സരം നടക്കുന്നത്. അതും സൗത്ത് ഇന്ത്യൻ ഹോഴ്സ് റേസിംഗ് ചാമ്പ്യൻഷിപ്പ്. ദുബായ് പടിയിലെ പാടത്ത് നടന്ന കുതിരയോട്ട മത്സരം കാണികളിൽ അത്യന്തം ആവേശം നിറച്ചു. ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിലെ വിവിധ ജില്ലകളിലെയും തമിഴ്നാട്ടിലെയും കുതിരകളെ മത്സരിപ്പിച്ചു. ജോക്കികൾ ആവേശത്തോടെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും കുതിരകളെ കൊണ്ട് ഫിനിഷിംഗ് പോയിന്റിലേക്ക് പറന്നു. ദുബായ് പടി സൂപ്പർസോണിക് ക്ലബിന്റെ ആഭിമുഖ്യത്തിലാണ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചത്. ക്ലബ്ബ് പ്രസിഡന്റ് മുഹമ്മദ് ഫാസിൽ, സെക്രട്ടറി തീയാടിയിൽ പ്രദീപ്, ട്രഷറർ P പ്രജോഷ് തുടങ്ങിയവർ ചാമ്പ്യൻഷിപ്പിന് നേതൃത്വം നൽകി. പെരിന്തൽമണ്ണയിൽ ആദ്യമായിട്ടാണ് സൗത്ത് ഇന്ത്യൻ കുതിരോട്ട മത്സരം നടക്കുന്നത്. പിന്നെ നല്ല മനോഹരമായിട്ടുള്ള രീതിയിലാണ് ഇത് സംഘാടകർ ഇത് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇത് 62ഓളം കുതിരകൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഇത് മനോഹരമായി സംഭവം നടന്നിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയായിരുന്നു എന്നുള്ളത് നിങ്ങളൊന്ന് വിലയിരുത്തുണ്ടോ? കാരണം ഇതുവരെ നമ്മൾ പെരിന്തൽമണ്ണയിൽ ഇത് നടന്നിട്ടില്ല. അപ്പൊ ഇനി ഞങ്ങൾക്ക് ജനങ്ങളുടെയും ആൾക്കാരുടെ പങ്കാളിത്തം കൊണ്ട് ഇനി അടുത്ത പ്രാവശ്യം ഞങ്ങൾക്ക് നടത്താൻ വേണ്ടി നല്ല ആവേശമാണ് ഞങ്ങൾക്ക് ഇപ്പോൾ തന്നെ അതില്. പെരിന്തൽമണ്ണ പോലീസ് ഇൻസ്പെക്ടർ സുമേഷ് സുധാകരൻ ഹോഴ്സ് റേസിംഗ് ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്തു. രാവിലെ 8 മണിക്ക് തുടങ്ങി വൈകിട്ട് 6 മണി വരെ നടന്ന മത്സരം കാണാൻ ആയിരക്കണക്കിന് കാണികൾ എത്തിയിരുന്നു. പെരിന്തൽമണ്ണയിൽ ആദ്യമായി നടന്ന ഹോഴ്സ് റേസിംഗ് ചാമ്പ്യൻഷിപ്പ് വിജയിച്ചതിലുള്ള സന്തോഷം നഗരസഭാ കൗൺസിലർ റാസിഖ് പങ്കുവച്ചു. നമ്മുടെ പെരിന്തൽമണ്ണയിൽ തന്നെ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ ഒരു പരിപാടി ഇവിടെ സൂപ്പർസോണിക് ക്ലബ്ബ് സംഘടിപ്പിച്ചിട്ടുള്ളത്. രാവിലെ മുതൽ വളരെ ആവേശകരമായിട്ടുള്ള മത്സരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിനകത്തുനിന്നും പുറത്തുനിന്നുമായിട്ട് വളരെയധികം ഫേമസ് ആയിട്ടുള്ള നിരവധി ഹോഴ്സുകളാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. റേസിംഗിൽ സ്ഥിരമായി പങ്കെടുക്കുന്ന മികച്ച, അതായത് ഫേമസ് ആയിട്ടുള്ള കുതിരകൾ തന്നെയാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഇവിടെ ജനങ്ങൾ, നാട്ടുകാരെല്ലാവരും വളരെ ആവേശത്തിലാണ്. 19.35 സെക്കൻഡിൽ ഫിനിഷിംഗ് പോയിന്റ് കടന്ന തമിഴ്നാട് മകിലമതി ഫാമിലെ നന്ദു ഓടിച്ച സുജി എന്ന കുതിരയാണ് മത്സരത്തിൽ ഒന്നാമതെത്തിയത്. 19.63 സെക്കൻഡിൽ തമിഴ്നാട്ടിൽ നിന്ന് തന്നെയുള്ള ജോക്കി കിഷോർ ഓടിച്ച റാസക്കുട്ടി എന്ന കുതിര രണ്ടാമതെത്തി. നിലമ്പൂർ KRM ഫാമിലെ നൗഫൽ ജോക്കിയായ പരീക്കുട്ടി എന്ന കുതിര 19.65 സെക്കൻഡിൽ ഫിനിഷ് ചെയ്ത് 3ാം സ്ഥാനവും നേടി. 1, 2, 3 സ്ഥാനക്കാർക്ക് ട്രോഫികൾക്ക് പുറമെ
50,000 രൂപ, 25,000 രൂപ, 10,000 രൂപ എന്നിങ്ങനെ ക്യാഷ് പ്രൈസും സമ്മാനിച്ചു. മറ്റൊരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. തൂത വീട്ടിക്കാട് തെക്കുമുറി ALP സ്കൂളിന്റെ 92ാം വാർഷികം വർണ്ണാഭമായി ആഘോഷിച്ചു. സ്കൂളിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയയപ്പും ചടങ്ങിൽ നടന്നു. തൂത വീട്ടിക്കാട് പ്രദേശത്ത് പതിറ്റാണ്ടുകളായി അക്ഷര വെളിച്ചം പകർന്ന് പ്രവർത്തിച്ചുവരുന്ന തെക്കുമുറി ALP സ്കൂളിന്റെ 92ാം വാർഷിക ആഘോഷമാണ് വർണ്ണാഭമായി നടന്നത്. സ്കൂളിൽ നിന്നും വിരമിക്കുന്ന പ്രധാനാധ്യാപകൻ P. അച്യുതാനന്ദൻ മാസ്റ്റർ, അധ്യാപിക LC ജ്യോതി എന്നിവർക്കുള്ള യാത്രയയപ്പും പരിപാടിയിൽ നടന്നു. ചെറുപ്പശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ KT ജംസിയ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൗൺസിലർ എന്നതിലുപരി ഒരു നഗരസഭയുടെ മാതാവ് ആയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിന്ന് സംസാരിക്കുന്നത്. എനിക്കതിൽ വളരെയധികം സന്തോഷവും അതിലേറെ അഭിമാനവുമുണ്ട്. എൻ്റെ നാട്ടുകാർ അല്ലെങ്കിൽ ഈ ഇരിക്കുന്ന ഈ ഒരു ജനസമൂഹം, നല്ലവരായ ജനസമൂഹങ്ങളുടെ പിന്തുണയോടെ കൂടിയാണ് ഇന്ന് ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇന്ന് ഞാൻ ഈ നിൽക്കുന്ന ഈ സ്ഥാനത്ത് നിന്ന് സംസാരിക്കുന്നതിനാവശ്യമായ ആ ഒരു സ്ഥാനം കരസ്ഥമാക്കാൻ എന്നെ സഹായിച്ചത് എന്ന് എനിക്ക് നിവർന്നു നിന്ന് അല്ലെങ്കിൽ അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കും. അതിൻ്റെ ആ ഒരു സഹകരണവും പിന്തുണയും ഈ ഇരിക്കുന്ന ഈ ജനങ്ങൾ മാത്രമാണ്. സ്കൂളിന്റെ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ പത്രം നഗരസഭാ ചെയർപേഴ്സൺ പ്രകാശനം ചെയ്തു. വിരമിക്കുന്ന അധ്യാപകർക്കും പാഠ്യേതര പ്രവർത്തനങ്ങളിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥികൾക്കും പൂർവ്വ വിദ്യാർത്ഥികൾക്കുമുള്ള ഉപഹാര സമർപ്പണവും ചടങ്ങിൽ നടന്നു. നഗരസഭാ കൗൺസിലർ M. പ്രജിത്ത് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ മുജീബുദ്ദീൻ KM, PTA പ്രസിഡന്റ് മൊസിന, മാനേജ്മെന്റ് പ്രതിനിധി യാഹുൽ അമീദ്, സീനിയർ അധ്യാപിക ഉഷ P, സ്റ്റാഫ് പ്രതിനിധി നബീല തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും വിവിധ കലാപരിപാടികളും അരങ്ങേറി. അമ്പലപ്പാറ കടമ്പൂർ പനയൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കാറുള്ള ദേശഗുരുതി ഭക്തിസാന്ദ്രമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു. ക്ഷേത്രത്തിന്റെ വടക്കേമുറ്റത്ത് നടന്ന ചടങ്ങുകൾക്ക് കണ്ടത്താൻ ക്ഷേത്രം ശാന്തി പാലഞ്ചേരി കുളങ്കര നാരായണൻകുട്ടി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തട്ടകവാസികളുടെയും ഭക്തജനങ്ങളുടെയും ഐശ്വര്യത്തിനും നാടിന്റെ നന്മയ്ക്കുമായി സമർപ്പിക്കുന്ന വിശേഷാൽ വഴിപാടായാണ് ദേശഗുരുതി കണക്കാക്കപ്പെടുന്നത്. നിരവധി ഭക്തജനങ്ങൾ സന്നിഹിതരായി. വാടാനംകുറിശി ALP സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടന 4ാമത് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. രാവിലെ 7ാം ക്ലാസ് വരെ പഠിക്കുന്ന പൂർവ്വ വിദ്യാർത്ഥികളുടെയും വൈകിട്ട് സ്കൂളിലെ വിദ്യാർത്ഥികളുടെയും മത്സരമാണ് നടന്നത്. പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ ഭാരവാഹികളും സ്കൂളിലെ അധ്യാപകരും സമീപത്തെ വിവിധ ക്ലബ്ബ് പ്രതിനിധികളും നേതൃത്വം നൽകി. വിജയികൾക്ക് ട്രോഫികളും നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം അവസാനിച്ചു. കൊട്ടിക്കലാശത്തോടെ പ്രചാരണത്തിന് സമാപനം കുറിച്ച് മുന്നണികൾ. ബുധനാഴ്ച നിശബ്ദ പ്രചരണം, വ്യാഴാഴ്ച കേരളം വിധി എഴുതും. പട്ടാമ്പിയിൽ കലാശക്കൊട്ടിനിടെ സംഘർഷം, പോലീസ് ലാത്തി വീശി. 4 CPM പ്രവർത്തകർക്കും 1 UDF പ്രവർത്തകനും പോലീസുകാരനും പരിക്ക്. UDF പ്രവർത്തകർ ബോധപൂർവം അക്രമം അഴിച്ചുവിടുകയായിരുന്നെന്ന് ഇടത് സ്ഥാനാർത്ഥി മുഹമ്മദ് മൂസിൻ. കോങ്ങാട് മണ്ഡലത്തിൽ BJP കോൺഗ്രസ് ഡീൽ നടത്തിയതായി CPM ജില്ലാ കമ്മിറ്റി അംഗം PA ഗോകുൽദാസ്. BJP സ്ഥാനാർത്ഥിയെ മണ്ഡലത്തിൽ കാണാത്തത് ഈ ഡീൽ കാരണമെന്നും ഗോകുൽദാസ്. ഒറ്റപ്പാലത്ത് BJP UDF ഡീൽ ആരോപണം CPMന്റെ നുണപ്രചാരണമെന്ന NDA സ്ഥാനാർത്ഥി മേജർ രവി. ആരോപണങ്ങളിൽ എന്തെങ്കിലും തെളിവുണ്ടോ എന്നും മേജർ രവി. കോങ്ങാട് നാഗംകുളങ്ങര ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ ആനയിടഞ്ഞു. ആനയുടെ ചവിട്ടേറ്റ് പാപ്പാന് ദാരുണാന്ത്യം.
കൊല്ലങ്കോട് കാമ്പ്രത്ത് ചള്ള സ്വദേശി രാമനാണ് മരിച്ചത്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.